ഇനി വൃക്കരോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ചികിത്സിക്കാം? വൃക്കരോഗം എന്ന് പറയുന്നത് പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പെട്ടെന്നുള്ള വൃക്കസ്തംഭനവും സ്ഥായിയായ വൃക്കസ്തംഭനം, ക്രോണിക് കിഡ്നി ഡിസീസ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകുന്നത് പെട്ടെന്നുള്ള പ്രശ്നം, അതായത് നമ്മൾക്കൊരു പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അണുബാധ വന്ന് രക്തസമ്മർദ്ദം കുറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിലേക്കായിരിക്കും പെട്ടെന്ന് കിഡ്നി കേടാവുന്നത്. അത് അസുഖം മാറുമ്പോഴത്തേക്കും കിഡ്നി നോർമലായിട്ട് തന്നെ കിഡ്നി വരും. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ടൊന്നും പോകാറില്ല. പിന്നെ ഉണ്ടാകുന്നത് സ്ഥായിയായ വൃക്കസ്തംഭനം. അത് 70% ഉണ്ടാക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹം, ഡയബറ്റീസും രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷനുമാണ്. ഇതുണ്ടായിട്ട് അത് വൃക്കകളെ ബാധിച്ച് ക്രിയാറ്റിൻ പയ്യെ കൂടി പോകുന്നതാണ് ക്രോണിക് കിഡ്നി ഡിസീസ്, സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറയുന്നത്. പിന്നെയുള്ള 30% വൃക്കകളെ മാത്രം ബാധിക്കുന്നതാണ്. അതായത് നമുക്ക് ന്യൂമോണിയൊക്കെ ഉണ്ടാകുന്ന, ലങ്സിലുണ്ടാകുന്ന പോലെ വൃക്കകളെ മാത്രം ബാധിക്കുന്നതാണ്. അപ്പോൾ ആ അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രത്യേക ചികിത്സ കിഡ്നിക്ക് മാത്രമായി ചെയ്യുമ്പോൾ കിഡ്നി തിരിച്ച് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ചികിത്സ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ കുറേ ബ്ലഡ് ടെസ്റ്റുകളും പിന്നെ പ്രധാനമായും വൃക്ക കുത്തി പരിശോധിക്കുന്ന ടെസ്റ്റുണ്ട്, കിഡ്നി ബയോപ്സി എന്നൊരു ടെസ്റ്റുണ്ട്. അത് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ടതൊന്നുമില്ല. ആ ജീവിതശൈലി രോഗങ്ങൾ നല്ലോണം നിയന്ത്രിച്ച് വൃക്കകൾക്കുള്ള ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ അതും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. ഇങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ മിക്ക വൃക്കരോഗങ്ങളും നമുക്ക് മൂർച്ഛിക്കാതെ നോക്കാൻ പറ്റും. മുഴുവനായിട്ടും ശരിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷുഗർ കാരണം ഉണ്ടാകുന്ന കിഡ്നി ഡിസീസ് മുഴുവൻ ശരിയാക്കാൻ പറ്റില്ല, പക്ഷേ അത് മൂർച്ഛിക്കാതെ നോക്കാൻ നമുക്ക് പറ്റും. ഇനി പലപ്പോഴും താമസിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും വേറെ പല കാരണങ്ങളാൽ വൃക്കരോഗം മൂർച്ഛിച്ച് പോവുക. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം നശിച്ചു പോകുക, അല്ലെങ്കിൽ നമുക്കിനി ജീവിക്കാൻ പറ്റാതെ പോകും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇന്ന് നമുക്ക് വൃക്കരോഗം മുഴുവൻ മൂർച്ഛിച്ച് വൃക്കകൾ 100% പ്രവർത്തനം ഇല്ലാന്ന് വയ്ക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ ജീവൻ നഷ്ടപ്പെടുമോ? ഇല്ല. ഇന്ന് നമുക്ക് എല്ലായിടത്തും ഡയാലിസിസ് എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ്. ഒരു മെഷീൻ വൃക്കയുടെ മിക്ക പ്രവർത്തനങ്ങളും മെഷീൻ ചെയ്യും. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരാൾക്ക് എന്തെങ്കിലും പറ്റി 2 കിഡ്നികൾ ശരീരത്തിലില്ല, എടുത്ത് മാറ്റേണ്ടി വന്നു, എന്നാൽ പോലും ആളിന് ഒരു നോർമൽ ലൈഫ് നയിക്കാൻ പറ്റും. ഈ ഡയാലിസിസ് വഴി ഈ ആഴ്ച 2-3 ദിവസം ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ആ വിഷപദാർത്ഥങ്ങളെല്ലാം മാറ്റും, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. 1975 കേരളത്തിൽ ഡയാലിസിസ് തുടങ്ങുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനു മുമ്പ് പാമ്പ് കടിയേറ്റ് ഒരാൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ 1975 മുമ്പ് വൃക്ക കേടാവുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഡയാലിസിസ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ അതൊന്നും ആരും കേൾക്കുന്നില്ല, അതൊക്കെ രക്ഷിക്കാൻ പറ്റുന്നത്. ഇനി അഥവാ ഡയാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ, ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഡയാലിസിസ് ചെയ്യുക കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വൃക്കരോഗം എന്ന് വൃക്ക ഒട്ടും പ്രവർത്തിക്കാതെ ആവണമെങ്കിൽ ഡയാലിസിസ് നമുക്ക് ഉടനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്നത് വൃക്ക മാറ്റിവെക്കലാണ്. അപ്പോൾ അത് 60 വയസ്സിന് താഴെയുള്ളവരിൽ നമ്മൾ വൃക്ക മാറ്റിവെക്കലാണ് പറയുന്നത്. 60 വയസ്സിന് മുകളിലാണെങ്കിൽ ഡയാലിസിസ് ആണ് പറയുന്നത്. വൃക്ക മാറ്റിവെക്കലെന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായി പലയിടത്തും ചെയ്തു വരുന്ന ഓപ്പറേഷനാണ്. അത് ആ വൃക്ക മാറ്റിവെക്കലിൽ കൂടി ഒരു സാധാരണ ജീവിതം ഒരാൾക്ക് നയിക്കാൻ പറ്റും. ഒരു 7 ദിവസം മാത്രമാണ് ആശുപത്രി കിടക്കേണ്ടി വരുന്നത്. ചിലവും കുറവാണ്. ജീവിതകാലം മൊത്തം ഒരു 3 മരുന്ന് കഴിക്കണമെന്നേ ഉള്ളൂ. നോർമൽ ലൈഫായിരിക്കും. ജീവിതകാലം മൊത്തം ഒരു 3 മരുന്ന് കഴിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ വൃക്കരോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൃക്കരോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ മൂർച്ഛിക്കാൻ നോക്കാം. ഇനി അഥവാ മൂർച്ഛിച്ച് പോവുകയാണെങ്കിൽ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡയാലിസിസ് ഉണ്ട്. പിന്നെ ഒരു നോർമൽ ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷനും ഉണ്ട്. അതുകൊണ്ട് വൃക്കരോഗം വന്നു, അയ്യോ എൻ്റെ ജീവിതം പോയി, അല്ലെങ്കിൽ ചികിത്സയില്ല എന്നൊരു സമൂഹത്തിലുണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥ ചികിത്സയിൽ കൂടി നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ ഇന്ന് എല്ലാ വൃക്കരോഗികൾക്കും പറ്റുന്നതാണ്.